ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇതാട്ടോ നമ്മളെ കാക്കു പെയിൻ്റ് അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരതുണ്ട് അല്ലേ? ഇതോ കുറേയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വരുതിയാൽ മതി അറിയുന്നുണ്ട്. എല്ലാവരും വെള്ളം അടിച്ച് കഴുകൊന്നും വേണ്ട അറിയുന്നുണ്ട്. അപ്പോൾ പെയിൻറ് ഇതാ ഒരു സൈഡിലൊക്കെ കാക്കുന്നല്ല അന്തിക്കേ മെല്ലെ കൊടുത്തിക്കാട്ടോ. ഞങ്ങൾ ഉറങ്ങിയ ടൈമിൽ രാത്രി കുട്ടികളുണ്ടാവുമ്പോൾ മക്കളെ ഇതിനൊന്നും കൂടൂല. പിന്നെ ഇപ്പം നമ്മളെ ഋതുവിന് വെയ്യാത്തതല്ലേ. അപ്പം ഇനി അതിന് വെയിറ്റ് ചെയ്ത് നിന്നാൽ ഒരു പണി പാളും കരുതി കാണി. മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലേ എന്നാൽ തന്നെ മിന്നൊക്കെ ഇന്നലെ ആകെ പിടിച്ച് വലിക്കായിരുന്നു. അപ്പം ഇതാക്കണം കേട്ടോ. 10 കിലോൻ്റെ പാക്കില്ലേ? ഇതെത്ര? 10 ലിറ്റർ. ആ 10 ലിറ്റർ. അപ്പോൾ കൊടുന്നിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചെടുത്താണ് കളറ്. അപ്പോൾ ഇതാണ് കളർ കേട്ടോ. അതന്നെയല്ലേ പറഞ്ഞത്. നല്ല വെള്ളയല്ല, അതിക്കൊരു ചെറിയ ചന്ദന കളർ വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ മക്കള് ഇങ്ങനെ ചളിയാക്കും കരുതി. പക്ഷെ അത് അങ്ങനെ വരുന്നില്ലല്ലേടാ, ആ കളറ് കിട്ടണില്ലല്ലോ. തോന്നണില്ലല്ലോ. ഇതൊരു റോസ് മാതിരി വരുന്നു. ഞാനിപ്പ എന്നോട് റോസാ പറഞ്ഞിനി. ഇതൊരു വേറെ കളറില്ലേ? ഇത് റോസാ. ഇമൊരു മുടി കജ്ജട വെക്കണ്ടോ പെയിന്റാണേ. എന്നിട്ട് മിന്നുവിന്റെ മേത്തൊക്കെ ലീനുവൊക്കെയാ. അപ്പൊ കൊറച്ചൊക്കെ കാക്കു കാട്ടിക്കൂട്ടിക്കണം കേട്ടോ. കാക്കു തന്നെയാണ് നമ്മളെ ഋതു ഇതാക്കണ. ഇവിടെ ഓന് വായിക്കാണ് കേട്ടോ. വായിച്ചൂട് എക്സാം ഉണ്ട് എന്നൊക്കെ ഞാൻ പറയാ. കുറച്ചൊക്കെ കണ്ണിന് കൂടിയിട്ടുണ്ട് ഋതുവോ. ഈ ആ പഴം പോയിക്കാണ്ട് വേഗം വിഴുങ്ങിക്ക. പഴം മുണുങ്ങല്ല. ഇന്റെ കൊട്ടക്കൈലാണ് വെക്കി മനസ്സാ. കൊട്ടക്കൈലോടെ അല്ലാഹുവേ, കൊട്ടക്കൈലല്ല, എന്താ തള്ളക്കൈല്. ഇങ്ങനെ എന്താ കാട്ടണ് നിങ്ങള്? പെയിന്റ് ആണ് എഴുതി. ഒരു കോലെടുത്താ മതി. ഇന്റെ തള്ളക്കൈല് എന്താ ചോറിളക്കി. അപ്പൊ പെയിന്റുകാരൊന്നുമില്ല, നമ്മൾ തന്നെയാണ് പെയിന്റുകാർ. കുറച്ചേരം കാക്കു കൊടുക്കും, പിന്നെ ഞാനും കൊടുക്കും. അത് അങ്ങനെ നിർത്തി ചെയ്യേണ്ടി വരും. എന്തായാലും പെരൊന്നും മൊഞ്ചത്തിയാക്കട്ടെ കേട്ടോ. അപ്പം ഇതിമെന്നാണ് തുടങ്ങട്ടെ. ഇനി ഇതൊക്കെ വൃത്തിയാക്കി പോലെ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജനലും വാതിലൊക്കെ ഒന്ന് വൃത്തിയിൽ തുടച്ചെടുക്കാം. ആ പാട്ടിയും വൃത്തിയേടാക്കുകയാണല്ലോ റബ്ബേ. അപ്പം ഇന്നലെ അടിച്ചോടെ ഋതു വായിച്ചേ കഴിഞ്ഞിട്ട്. ആ 9 ആയിക്കോട്ടെ. ടീച്ചർക്ക് ഇന്നലെ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞ പാടന്നെ പോന്നോണ്ട് ഇപ്പൊ അവിടെ കാത്തു നിന്നോളൂ. ഇബനെ കൊടുന്ന് വെച്ചതേ ഇബന് ഓനെ കുടിച്ചുകാണ്ട് അവിടെ ഇവിടെ വെക്കല. മക്കളെടുത്ത് കുടിച്ചോറ് ഇതുവാ. ഓന് പെയിന്റ് അടിച്ചാനേ താത്തമാര് ചീത്ത പറയുന്നുണ്ട്. ഇന്നെ ചീത്ത അറിയുന്നുണ്ട്. താത്ത അങ്ങക്ക് ഒരു ആൺകുട്ടിയല്ലേ ഉള്ളു, എന്താ നിങ്ങൾ ഇങ്ങനെ കളിച്ചത്? ആ 5 ഉറുപ്പ്യൻ്റെ ബൂസ്റ്റും മോർലിക്സ് ഒക്കെ കൊടുക്കാണ്ട് കലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓനെ ഉന്മേഷവാന ഓനെ നോക്കണൊക്കെ ഉണ്ട് കേട്ടോ മക്കളെ. പിന്നെ കുട്ടികളെ മാതിരിയാണ്. ഞാൻ ഇന്നലെ വീഡിയോസിൽ പറഞ്ഞ പോലെ 15 വയസ്സായ മക്കളില്ലവർക്കൊക്കെ അറിയാം. ഇപ്പോഴും ഓലെ സേവിച്ച് നമ്മൾ കൊണ്ടെടുക്കണം. ചെറിയ കുട്ടികളെ മാതിരിയാണ്. ഇവിടുത്തെ ചെറിയ കുട്ടിയാണ്. ആശുപത്രിത്തെ സുബൈത്തെ സൂചി പഠിച്ചിട്ട് ഞാൻ ഡിസ്ചാർജ് ആയി പോകും. ആശുപത്രി സുബൈക്ക് ബ്ലഡ് എടുക്കാൻ വരുവേ. അത് കരുതിയിട്ടാണ് ഓൻ ഡിസ്ചാർജ് ആയി പോകുന്നത്. ഇവിടെ വന്നപ്പോ നീച്ചപ്പാട് ഒരു പച്ചമരുന്ന്. ആ വള്ളി മരുന്ന് കഴിഞ്ഞൂലേ? ചിരിതമ്മനോട് ചോദിച്ചാൽ മതി, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതിനെങ്ങാട്ട് പേദോലിഞ്ഞും ചോരെടുത്തോട്ടെ. ചോര എടുക്കണ എന്തിനാ? ബ്ലഡിൽ എന്താ കൂടുതലുണ്ടോ നോക്കാനാ? കുറയുണ്ടോ നോക്കാനാ? 2 ദിവസമായി. തിങ്കളാഴ്ച ടെസ്റ്റ് ചെയ്ത് കണ്ട് പോണട്ടോ. എനിക്ക് തോന്നണ കണ്ണിന് നല്ല മഞ്ഞ എപ്പോഴും ഉണ്ട്. അങ്ങോട്ട് ഇരിഞ്ഞാ ഇവിടെയൊക്കെ കണ്ണിന് നല്ല മഞ്ഞുണ്ട്. നിങ്ങൾ ആ ഒതുക്കുങ്ങൽ പോയി നോക്കിയ ബുക്ക് ചെയ്യണോ എന്താ നമുക്കൊന്നും അറിയില്ലല്ലേ. ആരെ കുടിച്ചോലില്ലാവോ. പക്ഷെ അതിന് എത്ര ബുക്ക് ചെയ്തിട്ട് കാണ്ട ചെല്ലണ്ടി ആവേ? അതോ അന്വേഷിച്ച ഓല അവിടെ ഉണ്ടാവോ പെരിയില് ചെന്നാല്? ഇവിടെ ഉണ്ടാവും. ബസ്സിന് മെല്ലെ പോയിക്കോളൂ. ബസ്സിന് പോവില്ലടാ. എന്തേ? ഛർദിക്കൊന്നുമില്ല. മുമ്മായിന്റെ അടുത്തുണ്ടാവും ആണെങ്കിലേ.
ഛർദിക്കണ എന്താ ഓട്ടോ ഉണ്ടാവില്ല മനുകാക്ക ഓട്ടോ കൊണ്ടുപോയിക്കും ബൈക്കുമ്പോ പോവോ ബൈക്കുമ്പോ തല മിന്നുവടാ വെയില് മോനെ 10 മിനിറ്റ് കഴിയുമ്പോ തല മിന്നാണ് എന്നിട്ട് ഇന്നലെ പറഞ്ഞതോ കജും കാലം വറക്കണം കജും കാലം വറക്കണം അറിയുന്നുണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം റെസ്റ്റ് അതന്നെയാണ് ഇതിന് ഏക പോയും വഴി അറിയാം എനിക്ക് ഞാൻ മരുന്നും കൂടിയും കിട്ടിയ മൂത്തമ്മ വിളിച്ചിനി മൂത്തമ്മ പറഞ്ഞു അവിടെ ഏതോ ഒരു മനുഷ്യനുണ്ടായിട്ട് ബ്ലഡിലൊക്കെ പാടെ കലർന്നിട്ട് അത് തിന്നിട്ടാണല്ലോ ശരിയായത് ഇപ്പൊ ശരിയാക്കിക്കോളും ഇപ്പ പെയിന്റിങ്ങാരനൊന്നല്ലല്ലോ ഞാൻ അടിച്ചട്ടെ എനിക്കിഷ്ടം ഞാൻ അടിച്ചട്ടെ എന്തേ നിങ്ങൾ ഈ പെര മുഴുവൻ ഒറ്റക്ക് അടിച്ചു കഴിയോ ഒക്കെ കഴിക്കുവോ നിങ്ങളെ സമരം കഴിഞ്ഞില്ലേ കോറി സമരം കഴിഞ്ഞില്ലേ എന്നിട്ട് എങ്ങനെ പോണു ഉമ്മമായിക്ക് വിളിച്ചോക്ക എന്നാല് ഉമ്മമാനെ നേരം വൈകിക്കണ് കേട്ടോ എത്ര ദിവസമായി ഇപ്പൊ ഇത് ഇങ്ങനെ നിക്കണ് ഇന്നൊക്കെ വെച്ച് തോന്നുക കൂടുതലാണോന്ന് വെച്ച് പേടിയാവാറ് ഇതുവാ പറഞ്ഞാതിരി നിങ്ങൾ കുതിരളിയാണ് എല്ലാവരും പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ പറയുന്ന മാതിരി തന്നെയാണ് ഞാൻ സിസ്റ്ററാണ് എനിക്കറിയാം കുതിരളിമേലൊന്നും നടക്കൂല ഞങ്ങളെ എന്തെങ്കിലും സംഭവിച്ച് ലിവറിനൊക്കെ വന്നു കഴിഞ്ഞാൽ ലിവർ ഫങ്ഷനൊക്കെ നിൽക്കും അതൊക്കെ നിന്ന് അതിൻ്റെ അടുത്താണ് ലങ്സ് ഹാർട്ടൊക്കെ കിടക്കണം അതിനൊക്കെ ബാധിക്കും പിന്നെ ശ്വാസതടസ്സവും ബുദ്ധിമുട്ടും എല്ലാ ബുദ്ധിമുട്ടും വരും എന്തിനാ അതിന് നിൽക്കണ് ഇതാമതേ വായിച്ചൂട് ഇന്നെന്താ എക്സാം മലയാളം അവിടെ ഇരിക്ക് അടങ്ങി ഇരിക്ക് പണിയൊന്നും ഒഴിപ്പിച്ചണില്ലട്ടോ മക്കളെ രാവിലെ എണീറ്റ് കണ്ടേ എന്നിട്ട് അസുഖം വരുന്ന നല്ല റെസ്റ്റ് വേണം ഇതിനെ ഇന്നലെ ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ വന്നിരുന്നു കേട്ടോ എന്നിട്ട് ഓനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ എവിടുന്നാ വെള്ളം കുടിച്ചോക്കെ ചോദിക്കുന്നുണ്ട് കാരണം പുറത്തുനിന്ന് എവിടുന്നോ വെള്ളം കുടിച്ചതായിരിക്കും അവന് കാരണം ഇവിടെ ആർക്കും ഇല്ലല്ലോ അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഉണ്ടാവും അപ്പോൾ അതിനില്ല ക്ലാസ്സൊക്കെ എടുത്തു പോയിട്ടോ എന്തായാലും ഇവനുണ്ടായി 10-20 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ഉണ്ടാകുക അപ്പോൾ അതിൻ്റെ മുൻകരുതലുകളൊക്കെ പറഞ്ഞു തന്നിട്ടോ എല്ലാ കാര്യങ്ങളും ഓന് റൂം എടുക്കുക ഓൻ്റെ റൂമിൽ ആ ബാത്റൂം കൊടുക്കുക അതിന് തന്നെ ഉമ്മമാനെ അവിടെ കൊണ്ടേ ഇരുത്തിയത് ആ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇനി ഉമ്മമാനെ ഇരുത്താനാവില്ല എഴുതിക്കാണ്ട് ബീഫും ചിക്കനൊന്നും പറ്റൂല ഇപ്പോഴും കുട്ടികളെ മാതിരി മീശ മുളച്ചിക്കണ് പൊടി മീശ മുളക്കണ കാലം തിന്നാതെ ഞങ്ങളങ്ങോട്ട് തിന്നല്ലേ ഞങ്ങളെ തൊണ്ടി കൂടെ ഇറങ്ങും അത് നല്ലോണം ഉണ്ട് ഇതോ അങ്ങോട്ടൊക്കെ അപ്പൊ ഓന് ഞാൻ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കണ് ഇളനീന് കൊടുക്കാൻ പറയുന്നുണ്ട് ഇളനീന്റെ വെള്ളം നല്ലോ ജ്യൂസ് കുടിച്ചാൽ മതി ജ്യൂസൊക്കെ നല്ലോണം കൊടുക്കുന്നുണ്ട് കേട്ടോ മക്കളെ ഞാൻ ജ്യൂസൊക്കെ അടിച്ചുകാണ്ട് മുന്തിരി ജ്യൂസ് ആയാലും ഒക്കെ കൊടുക്കുന്നുണ്ട് ഓറഞ്ച് അവന് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ചിന് വിലയും കുറവാണ് 2 കിലോന് 100 അത് നല്ലോണം അടിച്ച് കൊടുക്കുന്നുണ്ട് ഓൻ തിന്നണുണ്ട് കേട്ടോ പിന്നെ പാൽ കുടിക്കാൻ പറയുന്നുണ്ട് എല്ലാവരും പാല് ഇപ്പോൾ എനിക്ക് യാർനെല്ലിയൊക്കെ അരച്ചുകാണ്ട് കുടിച്ചണല്ലേ രാവിലെ അല്ലെ പിന്നെ പൈജ വേണ്ടി വരും പെരയിൽ ഇതുവാ പൈജനെ കൊണ്ടുവരില്ലേ എന്താ എനിക്ക് പേടി കൊണ്ടുവരും അവിടെ നിൽക്കും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പൈജനെ കൊണ്ടുവരും ഞാൻ ഇടക്കട്ടെ കേടെടുത്തിട്ട് പിടിച്ച് വലിച്ച് ഏട്ടത്തി അനുസരിച്ച് ഞാൻ തല മിന്നിയുടെ പൂണു അടുക്കളയിൽ വെച്ച് കണ്ടോ ഇപ്പൊ വരാറുണ്ട് ആ പോക്കിന് പോയിട്ട് പിന്നെ എൻ്റെ അടുത്ത് തരാൻ വെച്ചു തൊടാനും പാടില്ല എടുക്കാനും പാടില്ല ഷെയ്മോള് സ്കൂൾക്കും പോയി കപ്പല്ല എന്നിട്ട് ഞാൻ കൈയും കാലും വറച്ചിട്ട് ഞാനവിടെ വീണു അവസാനം നാസറാക്കാക്ക് വിളിച്ചറിഞ്ഞിക്കുക ഞാൻ നാസറാക്ക വിളിച്ച് പറഞ്ഞിക്കുകയാണ് എൻ്റെ ഫോണിലാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കണമില്ല കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിയർത്തു എനിക്ക് ഈ പ്രഷർ കുറയലും വല്ലാതെ ഉണ്ട് കേട്ടോ നല്ലൊരു ഡോക്ടേഴ്സിനെ കാണിക്കണം ഞാൻ എന്നിട്ടാ കണ്ടിരുന്ന
ഭക്ഷണമൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ മക്കളെ. ഞാൻ ഒരു എണ്ണ പറ്റിയൊരു സാധനം ഞാൻ ഓന് കൊടുക്കണില്ല. ഇറച്ചി, മീൻ, മുട്ട ഈ സാധനങ്ങളൊന്നും കൊടുക്കണം. ഇപ്പോൾ കാര്യമായിട്ട് ഫ്രൂട്ട്സും പിന്നെ ഇതുപോലെ കഞ്ഞി അതൊക്കെയാണ് കുടിക്കണം കേട്ടോ. വേറെ ഒന്നും കുടിക്കണില്ല. ആ വെളിച്ചെണ്ണ ഇടാതെ ഒന്നും ഇടാതെ ഞാൻ സോയാബീൻ അച്ചയ്ക്ക്. സോയാബീൻ ഏതായാലും ചണ്ടിയല്ലേ. അതെന്തേ തേപ്പ് നിർത്തിയോ? അല്ലെങ്കിലോ കട്ട പിടിച്ചൂലേ? സീച്ച കൊണ്ടുവരണുള്ളൂ കേട്ടോ മക്കളെ. 10 കിലോന് കൊടുന്നിക്കണ്. അടിച്ചിട്ട് ഇനി ബാക്കി നോക്കാം നമുക്ക്. എന്താ വെച്ചാൽ ഒന്നായിട്ട് കൊടുന്ന് വെച്ചാൽ ഒരാളെ വിളിപ്പിച്ച് കാണ്ട് ചെയ്യാനും കഴിയൂല. പിന്നെ കാക്കു തന്നെ ചെയ്യണ്ടേ. റിതുവിനെ വിചാരിച്ച് കാണ്ടേനി. ഓനിപ്പോൾ വെയ്യാതായില്ലേ. മറ്റേ ഓനും കാക്കു തന്നെ അടിച്ചാൽ തന്നെ ഉഷാറായിരുന്നു. ഓൻ അതിനൊക്കെ ഉഷാറാണ് അല്ലേ റിതുവോ? ഇപ്പം രാവിലെ തുടങ്ങിയിട്ട് ഞാൻ അടിച്ചുതരാൻ അറിയണ്. ഇപ്പച്ചി ആട്ടിയതാണ്, കാക്കു ആട്ടിയതാണ് ഓനെ. ഇനി ഞാനുപ്പി അടിച്ചും കുറച്ചു നേരം ഇപ്പം അടിച്ചും. പിന്നെ ഞാൻ കുഴങ്ങി കഴിഞ്ഞാൽ ഞാനും പെയിന്റ് അടിച്ചും അല്ലേ ഇതുവാ? ഇജ്ജ് അടിച്ചൂല ഉണ്ടാവും തുറന്നോ. ഞാനൊക്കെ ആ റൂമിൽ കാക്കു പൂട്ടിയിട്ട് കയറുന്നു കേട്ടോ. വായിച്ചാ പറഞ്ഞു കണ്ട് നല്ല റെസ്റ്റ് വേണം. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഞാൻ എന്താ ചെയ്യുക? പള്ളിയിൽ പോവാനൊക്കെ ഓനെ കൊണ്ടേക്കണ്ടേ? ടീച്ചർക്ക് വിളിച്ചു പറഞ്ഞിരിക്കണം. അപ്പം എക്സാം കഴിഞ്ഞാൽ എത്ര മണി വരെയാടാ എക്സാം? 4 മണി വരെ. അപ്പം 4 മണി വരെ എക്സാം എഴുതൂലല്ലോ ഈ 1:30 തൊട്ട് 4 മണി വരെ എക്സാം എഴുതി കൊണ്ട് കയറോ? 1:30 അപ്പം 2.5 മണിക്കൂറോളം എഴുതുവോ? നിങ്ങൾ ആ ടൈമിന് അവിടെ എത്തിയാൽ മതി. എന്നിട്ട് ആ കഴിഞ്ഞ പാടെ ഓനും കൊണ്ട് പോരുക. ജുമാരിഞ്ഞിട്ട് തന്നെ നേരം. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, മാഷന്മാരൊക്കെ ജുമാക്കൂലേ? എക്സാം കഴിയാ നേരെ ഇപ്പം ഉണ്ടാവും അവിടെ വൈക്കുമ്മൽ. നേരെ കയറി പോരുക. വെള്ളം എന്തേലും ഞാൻ എന്താ വണ്ടിമേ വെക്കണ്ട്. ഇപ്പാൻ്റെ നാരങ്ങാളോ ജ്യൂസോ എന്തെങ്കിലും വെക്കണ്ട്. അവിടുന്ന് ഇവിടുന്ന് ഒന്നും വെള്ളം കുടിച്ചണ്ട കേട്ടോ. നമ്മളെ ഹെൽത്ത് ഇൻസ്പെക്ടർ കുറേ ചോദിച്ചു കേട്ടോ, എവിടുന്നാ കുടിച്ചത്, ആർക്കാ പൊടിയാടില്ല മക്കളെ. ഓന് സ്കൂളിൻ്റെ ആ ഭാഗത്തു നിന്ന് ഇറങ്ങി പോന്നപ്പോൾ ലൈമ് കുടിച്ചിരുന്നു പറഞ്ഞു, ദാഹം വന്നിട്ട് അല്ലേ? എന്നും കുടിച്ചാലില്ല? എന്നൊന്നും കുടിച്ചാലുണ്ടാവില്ല. എന്നും കുടിച്ചാൽ എനിക്ക് കൂടുന്ന പൈസ എപ്പോഴെങ്കിലുമൊക്കെ കുടിച്ചാലുണ്ടാവും. ആരെങ്കിലും കുടിച്ചാൽ ബാക്കിയൊക്കെ കുടിച്ചിക്കണോ? എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരെയും കുടിച്ചാൽ ബാക്കി കുടിച്ചു. കാരണം ഇവന് മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഇപ്പം ഇതിങ്ങനെ മഞ്ഞപ്പിത്തം എവിടുന്നെങ്കിലൊക്കെ അല്ലേ കിട്ടുക. അപ്പം അത് ആരടുത്തു നിന്ന് കിട്ടിയെന്നറിയാനും വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചോദിച്ച്. ഇവിടെ ഈ ഭാഗത്തൊന്നുമില്ല കേട്ടോ, നമ്മളെ ചേപ്പൂര് ഈ ഭാഗത്തൊന്നുമില്ല. അപ്പോൾ ഇവന് എവിടുന്നാ കിട്ടിയതെന്ന് അറിയാനും വേണ്ടിയിട്ട് അതിൻ്റെ ഉറവിടം. അപ്പം കടകളൊക്കെ ചോദിച്ചു, ഏത് കടയോ ഓനോ ഓർമ്മയില്ല. ഓന് സ്കൂളിൽ നിന്ന് പോന്നപ്പോൾ അവിടുന്ന് ലൈമൊക്കെ കുടിച്ചിരുന്നു പറഞ്ഞു. ഒച്ചക്ക് പിന്നെ ആരുടെയും കുടിച്ചിന്? ആരെങ്കിലും വെള്ളം? മഞ്ഞപ്പിത്തം വെള്ളത്തിൽ നിന്നുണ്ടല്ലോ. അപ്പൊ അമ്മക്കൊന്നുമില്ല. ഇനി ഉണ്ടാകുകയാണെങ്കിൽ ആന്റിന്ന് ഉണ്ടാകുക എന്നല്ലാതെ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ എല്ലാവർക്കും ഒപ്പം ഉണ്ടാകണം. അതല്ല ഇന്നലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞത്. അയാൾക്ക് കൊടുത്തല്ലോ, ഓനും അറിയില്ല. അത് അറിഞ്ഞാൽ അതിന്റെ ഉറവിടം അറിഞ്ഞാലേ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പരസ്യക്കാരെ പരസ്യം ഇത് പറയണേ, ഹെൽത്തിൽ പറയണം. ഏതായാലും ഇപ്പൊ അമ്മമാനെ കുറച്ച് ദിവസം അവിടെ നിക്കട്ടെ. പേടിച്ച് പാഞ്ഞാറിഞ്ഞാല് ആ ബാത്റൂമിക്ക് എൻ്റെ അമ്മ പോണത്. ബാത്റൂം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണ കേട്ടില്ലേ? ഉപയോഗിക്കാൻ പാടില്ല. അവരെ പാത്രം ഗ്ലാസ്സും ഒക്കെ വേറെ വേറെ വെക്കണം. ഈ മുടി ഒന്ന് വെട്ടണം കേട്ടോ റിതുവോ. ഈ പഠിച്ചോടാ? ഓയ് മനസുന്ദരിയാളാണെന്നോ? അപ്പം പെയിന്റ് അടിച്ചിട്ടോ മുത്തുമണികളെ. പെയിന്റ് അടിച്ചിട്ട് ഞാൻ ഫുള്ള് വീഡിയോസൊക്കെ വിടണ്ട്. പെരെന്തായാലും മൊഞ്ചത്തി ആക്കട്ടെ. ഇനിയിപ്പോൾ കാക്കു ഒറ്റക്ക്, കാക്കു ഞാനൊക്കെ ചെയ്യേണ്ടി വരും. ജനാലും വാതിലൊക്കെ പിന്നെ നമ്മൾ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം ഇൻഷാ അല്ലാ.
അപ്പൊ ലേസീച്ചേ കൊടുന്നിട്ടുള്ളൂ, ഒന്നായിട്ട് കൊടുന്ന് വെച്ചാലേ നമുക്ക് പെയിന്റിന് വേറെ ആളുകളൊന്നും ഇല്ലല്ലോ അടിക്കാന്. ആ അതന്നെ ഇപ്പൊ എന്നാ അടിച്ച് കയ്യാറിയുണ്ട്. കാക്കു അതിന്റെ അടിയിലൊന്ന് ബേബിയാളെ അടുത്ത് പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, എല്ലാത്തിനും കാക്കു തന്നെ അല്ലേ. ഇനിയിപ്പോ ഓനൊന്ന് സ്കൂൾ കൊണ്ടേക്കണം. അപ്പൊ കോറിയിലൊക്കെ സമരൊക്കെയാണ്. അത് കഴിഞ്ഞോ? ആ നോൽമ്പോ. ഓയ് മൂത്തമ്മ വിളിച്ചിട്ടുണ്ടോ അവിടെ നിന്ന്? എന്തേ മടി വായിച്ചൂട്. അപ്പൊ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരട്ടോ. എന്തായാലും പെര മൊഞ്ചത്തി ആക്കട്ടെ, ഒക്കെ അടിച്ച് വൃത്തിയാക്കട്ടെ. എന്തായാലും അടി നിലൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചിടണൊക്കെ കരുതീനി. അപ്പോത്തിന് നമ്മളെ ഋതുവിന് വെയ്യാതായില്ലേ. നോക്ക് നമ്മള്, എനിക്ക് ഒറ്റക്ക് ബേബിയാളെയും കൊണ്ട് കഴിയൂലേ. അല്ലയോ ഓൻ്റെ അടുത്ത് കൊടുക്കണം, ഓൻ്റെ അടുത്ത് ഇപ്പോൾ കൊടുക്കാനും പറ്റൂലല്ലോ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമലൈക്കും. ബേബിയാളോ നിങ്ങൾ തൊട്ടിയിലാണ് പോയോട്ടെ, എണീറ്റ് ഇരിക്കുന്നുണ്ടാവും.